ഗബ്രി ജിൻഡോ വിഷയം, അവരുടെ അടി, ആരുടെ ഭാഗത്താണ് ന്യായം? പ്രൊമോ കണ്ട് നമുക്ക് വിശ്വസിക്കാൻ ഒന്നും പറ്റത്തില്ല. കാരണം ഇന്നത്തെ പ്രൊമോയാണ് അതിന് ബെസ്റ്റ് ഉദാഹരണം. പ്രൊമോക്കകത്ത് കാണിക്കുന്ന അനുസരിച്ചിട്ട് ജിൻഡോയാണ് കുറ്റക്കാരൻ. ജിൻഡോ ഗബ്രിയെ ശ്വാസം പൊട്ടിക്കുന്ന രീതിയിലാണ് പ്രൊമോ കാണിക്കുന്നത്. പക്ഷേ ലൈവിൽ നടന്ന ഇതിൻ്റെ നേരെ ഉൾട്ടയാണ്. ഗബ്രിയാണ് ഫുൾ നാടകം. അവിടെ കാർഡുകൾ ഇറക്കുന്നു, എന്നെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ സംഭവം? ഈ സംഭവങ്ങളുടെ ഇടയിൽ ആക്റ്റീവ് ആവുന്ന ഒരാളുണ്ട്, ഋഷി. കലി തുള്ളിയാണ് ഋഷി നിൽക്കുന്നത്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈവിനകത്ത് നമ്മൾ ടാസ്ക് എന്താണെന്നുള്ള കാര്യം പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു കോയിൻ കൊടുക്കും. എന്നിട്ട് ഇവർക്ക് ഓരോ ജാക്കറ്റുകളും കൊടുക്കും. ആ ജാക്കറ്റിൽ ഇവർ കോയിൻസ് ഒട്ടിക്കും. ആ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെരുപ്പിൻ്റെയൊക്കെ സ്റ്റിക്കർ, ചെരുപ്പൊക്കെ നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ സ്റ്റിക്കി ആയിട്ടുള്ള ജാക്കറ്റാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റിക്കി കോയിനാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഓരോ റൗണ്ട് ഇപ്പോൾ ഡെന്നും അതുപോലെ തന്നെ നമ്മുടെ പവർ ടീമുമാണ് ഉള്ളത്. മത്സരിക്കാൻ ശരണ്യ, ശ്രീരേഖ, പിന്നെ നമ്മുടെ ശരണ്യ, ശ്രീരേഖ, ഋഷി, ഗബ്രി. അപ്പുറത്തെ ടീമിൽ നിന്ന് മത്സരിക്കാൻ അവിടുത്തെ ടീമിലുള്ള നമ്മുടെ ജിൻഡോ, പിന്നെ ജാസ്മിൻ, പിന്നെ ആരാണ് ഒരാൾ കൂടെ ഉണ്ടല്ലോ, ജിൻഡോ, ജാസ്മിൻ, അൻസിബ, ഇവർ മൂന്നും. അപ്പോൾ മുമ്മൂന്ന് വെച്ചിട്ടാണ് ഗെയിം നടക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിനകത്ത് ഫസ്റ്റ് ഇപ്പോൾ ബസർ ടു ബസറാണ് ടാസ്കിൻ്റെ ടൈം. അപ്പോൾ റൗണ്ട് 1 നടക്കുന്ന സമയത്ത് ബസർ അടിക്കുന്ന സമയങ്ങളിൽ ആരുടെ ദേഹത്താണോ ഇരിക്കുന്നത് അവർ ഔട്ടാവും. അപ്പം ഒരാളുടെ കയ്യിൽ കിട്ടിയവർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഓടുകയാണ്, ചാടുകയാണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം ഒട്ടിക്കാൻ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഋഷി ഔട്ടാവുകയാണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ നടക്കുന്നില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സെക്കൻഡ് റൗണ്ടിൽ അതിനേക്കാളും വലുതുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ജാസ്മിനും ഗബ്രിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു. ഋഷി ഭയങ്കര അലപ്പ് തുടങ്ങുന്നു. ഓക്കെ, അത് ഒരുവിധം സോൾവ് ആവുന്നു. ഋഷി ഔട്ടാവുന്നു. സെക്കൻഡ് റൗണ്ടിനകത്ത് ജിൻഡോ ഈ പറയുന്ന പോലെ ശരണ്യയുടെ ദേഹത്ത് ഒട്ടിക്കാൻ വരുന്നു. അപ്പോൾ ഗബ്രി ഇത് പോയി തടുക്കുന്നു. പക്ഷേ ഗബ്രിയുടെ ദേഹത്ത് ആരൊട്ടിക്കുന്നില്ല? ജിൻഡോ ഒട്ടിക്കുന്നില്ല. ശരണ്യയുടെ ദേഹത്ത് ഒട്ടിക്കാനാണ് ഈ പറയുന്ന ജിൻഡോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ എൻ്റെ ദേഹത്ത് ഒട്ടില്ല, ഇല്ല ഞാൻ ഒട്ടിക്കില്ല. അങ്ങനെ അവസാനം ഒട്ടിക്കാൻ വന്ന് ഇങ്ങനെ ശരണ്യ പിറകിൽ നിൽക്കുന്നു. ഗബ്രി ഇങ്ങനെ എതിർത്ത് ഗബ്രി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജിൻഡോ ഇങ്ങനെ പിടിക്കുന്നതിനിടയിൽ കൂടി കാല് തെറ്റി വീഴുന്നു. ഗബ്രി അടിയിലും ജിൻഡോ മുകളിലും ആവുന്നു. അപ്പം തന്നെ വീട്ടുകാരെല്ലാവരും ഓടിക്കൂടി ഇവരെ പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ ട്വിസ്റ്റ് ആവുന്നു. നേരെ തിരിച്ച് ഗബ്രി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഗബ്രി മുകളിലും ജിൻഡോ താഴെയാവുന്നു. ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വീണ്ടും ഇവർ നേരെയാവാണ്. വിത്തിൻ 1 സെക്കൻഡിൽ നേരെയായിട്ട് ഗബ്രി, അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നേ, അയ്യോ എനിക്ക് വയ്യായേ, എന്നെ ശ്വാസം മുട്ടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു അഭിനയം, ഡ്രാമയാണ്. കാരണം വിത്തിൻ 1 സെക്കൻഡ് ഒരാൾക്ക് എങ്ങനെയാണ് ഈ ശ്വാസം മുട്ടുന്നത്? കാരണം ഈ മറിഞ്ഞ് വീണ് അവിടെ നിന്ന് ട്വിസ്റ്റാക്കി ഗബ്രിയാണ് തിരിച്ചെഴുന്നേക്കുന്നത്. എഴുന്നേറ്റ ഗബ്രി അയ്യോ എന്നെ ആക്രമിക്കുന്നത്, വല്ലോൻ്റെയും കൈ പിടിച്ച് ഇങ്ങനെ ചവിട്ടത്ത് അടിച്ചിട്ട് അയ്യോ എന്നെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഒരു എപ്പോഴും ഒരു വിക്കിംഗ് കാർഡ് ഇറക്കമാണ് നമ്മൾ കാണുന്ന സംഭവമാണ്. എന്ത് ഗെയിം ഏതുമായിക്കോട്ടെ ഗബ്രിയുടെ വിക്ടിം കാർഡ്. എന്ത് വന്നാലും എന്നെ ഉപദ്രവിച്ചു, എനിക്കെതിരെ മെയിൽ കാർഡ്, പുതിയൊരു കാർഡ് ഗബ്രി കൊണ്ടുവന്നിരിക്കുകയാണ്. മെയിൽ കാർഡ്, വുമൺ കാർഡ് പോലെ തന്നെ അടുത്ത് മെയിൽ കാർഡ്. അതുപോലെ ഗബ്രി അങ്ങനെ എന്നെ അത് ചെയ്തു, എന്നെ ആക്രമിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ ഒരു അടി അവിടെ നടക്കുന്നു. വീട്ടുകാർ പിടിച്ച് മാറ്റുന്നു. അപ്പോൾ തന്നെ ബിഗ് ബോസ് 2 പേരെയും 2 റൂമിൽ കൊണ്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ കൊണ്ടുപോയി 2 റൂമിൽ ഇരുന്നു. ജിൻഡോയ്ക്ക് വലിയ സീനൊന്നുമില്ല. ഞാനൊന്നും ചെയ്തില്ല, ഞാനെന്തിട്ടാ ചെയ്തേ, ഞാൻ വല്ല ചെയ്തോ? അവൻ അങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് ഞാൻ അവനെ പിടിച്ചിട്ട് മറിഞ്ഞു വീണതാ. പിന്നെ ഞാൻ എന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചു. അവൻ എന്തിനെന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചു, എന്നെ എന്തിനു ഇറുക്കി പിടിച്ചു? അപ്പോൾ ഋഷി കല്ല് തുള്ളിക്കൊണ്ട് ഗബ്രി എടുത്ത് വന്നിട്ട് പറയുന്നതൊക്കെ ശരിയാണല്ലോ, ഇവനെ എന്തിനാണ് അങ്ങനെ പിടിച്ചത്? ഇങ്ങനെയെങ്കിൽ പിന്നെ പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ പോരായിരുന്നോ? ടാസ്ക് പിന്നെ എന്തിനാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോക്കെതിരെ ഗബ്രി, ജാസ്മിനും ഗബ്രിയും കൂടി ഈ സംഭവം പറഞ്ഞിട്ട്, ജാസ്മിനാണെങ്കിൽ അങ്ങ് നിൽക്കാൻ വയ്യ, അത് എൻ്റെ ഹൃദയം, ഇങ്ങ് നിൽക്കാൻ വയ്യ, അത് എൻ്റെ ടീം എന്നുള്ള അവസ്ഥയിലാണ് ജാസ്മിൻ നേരെ ആദ്യം ജിൻഡോയുടെ അടുത്ത് പോകുന്നു. ജിൻഡോയുടെ കാല് മുട്ടൊക്കെ മുറിയുന്നു, ഐസ് കട്ട എല്ലാം വെച്ച് കൊടുക്കുന്നു. അവസാനം ഗബ്രി, ഇത് ഭയങ്കരമായ ഉടക്ക് നടക്കുവാണ്, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. റൂമിൽ കൊണ്ടുപോയ ശേഷം സിജോ അങ്ങോട്ട് വരുന്നു. സിജോ ഗബ്രി തരണം, നീ ചെയ്ത തെറ്റല്ലേ, നീ ജിൻഡോയെ തെറ്റി പറയുന്നു, ഓക്കെ ഫൈൻ, നീ ചെയ്താൽ എന്താ ശരിയാണോ? നിങ്ങൾ 2 പേരും ഒരുപോലെ തന്നെ തെറ്റുകാരാണ്. അങ്ങനെ ഇവർ കുറേ നേരം ഈ സംഭവം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഋഷി, എനിക്കൊരു കണ്ടന്റ് കിട്ടി, എൻ്റെ ടീമിനെ പറയാൻ വന്നു കഴിഞ്ഞാൽ ശരിയായാലും തെറ്റായാലും ഞാൻ വിട്ടുകൊടുക്കൂല. ആ മൈൻഡ് സെറ്റിൽ ഋഷി ഇറങ്ങുന്നു, കളിക്കളത്തിൽ ഇറങ്ങുന്നു. എന്തിനാ അങ്ങനെ പിടിച്ചു? അത് അൺഫെയർ അല്ലേ, ഇങ്ങനെ പിടിക്കാമോ? കല്ലി തുള്ളി ഋഷി നിൽക്കുകയാണ്.
അങ്ങനെ അവസാനം CID രാംദാസ് വരുന്നു. പ്രൊമോയിൽ ഭയങ്കര ഗെറ്റപ്പായിരുന്നല്ലോ, ഇങ്ങനെ സൈറണെല്ലാം മുഴക്കിക്കൊണ്ട്. അവസാനം CID രാംദാസ് വരുന്നതിന് തൊട്ട് മുന്നേ ജാസ്മിൻ വന്ന് ഗബ്രിയോട് പറയുന്നുണ്ട്, ഗബ്രി നീ ഒന്ന് കുറച്ചേരം ഒന്ന് കിടക്കടാ, കിടക്കുമ്പോൾ എല്ലാം മാറും, നീ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്ക്, അപ്പോൾ എല്ലാം മാറുമ്പോൾ കിടക്ക്. ഗബ്രി കേൾക്കണില്ല. അപ്പോഴാണ് CID രാംദാസ് വരുന്നത്. എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ്. ലിവിങ് റൂമിൽ വന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് പറയാണ്, ബിഗ് ബോസ് അല്ല, CID രാംദാസ് പറയാണ്, അതെ എന്തൊരു കരച്ചിലായിരുന്നു, ഗെയിം കളിക്കുമ്പോൾ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ എടുക്കണ്ടേ, ഇത് എന്നെ പിച്ചി എന്നെ മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണിത്, കളിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞിട്ട് കുറേ വളിപ്പും കാണിച്ചിട്ട് CID രാംദാസ് അങ്ങ് പോകുന്നു. പ്രൊമോക്കകത്ത് ഭയങ്കര ഗെറ്റപ്പാണ്, പ്രശ്നം സോൾവ് ചെയ്യാൻ നാളെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പ്രൊമോ കാണുമ്പം. പ്രൊമോ ഇസ് നോട്ട് എ പ്രൊമിസ്. അങ്ങനെ CID രാംദാസ് പോയതിനു ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. CID രാംദാസ് പറഞ്ഞത് കേട്ടില്ലേ, ഫിസിക്കൽ ടാസ്ക് അതിൻ്റെ സ്പിരിറ്റോട് കൂടി ചെയ്യണം. ഓരോ കാര്യങ്ങളും ഇതുപോലെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റണമെന്നില്ല. യുക്തിയോടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിറവേറ്റണമല്ലോ. അപ്പോൾ ഇപ്പോൾ പവർ റൂമിനെ നമുക്ക് സെലക്ട് ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞ റൗണ്ട് റദ്ദാക്കുവാണ്. ജിൻഡോ, ഗബ്രി കൈ കൊടുക്ക് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കൈ കൊടുപ്പിച്ച് അടുത്ത റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് തെറ്റുകാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ വ്യൂവിൽ നിന്നും എനിക്ക് കണ്ടപ്പോൾ ഗബ്രി ആയിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. കാരണം ഈ പറയും പോലെ ജിൻഡോ ഒരു തവണ ആക്കി, പിന്നീട് മൊത്തം ഗബ്രിയുടെ കുറേ കഥകളും മെനഞ്ഞും വീട്ടുകാർ വന്ന് പിടിച്ച് മാറ്റിയിട്ട് ഇവർ മാറുന്നില്ല. പ്രൊമോ പിന്നെ അറിയാമല്ലോ, സ്ലോ മോഷനിൽ പിടിച്ച് മാറ്റാൻ വരുന്നത്. പ്രൊമോ ഇങ്ങനെ അങ്ങനത്തെ ഉള്ളൂ, ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയല്ലേ മാറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കരമായ പ്രശ്നം വീടിനകത്ത് നടന്നു, ഭയങ്കര പ്രശ്നങ്ങളായി എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. അങ്ങനെ ഒന്നും വലിയ സംഭവങ്ങളൊന്നും നടന്നില്ല. ഈ പറഞ്ഞ കണക്ക് ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് കുറച്ച് പരിക്കുകളൊക്കെ പറ്റി. പ്രൊമോ കൊണ്ട് നമുക്ക് വിലയിരുത്താനേ പറ്റൂല. കാരണം കണ്ണിന് നേരെ കാണുന്നത് നമുക്ക് വിശ്വസിക്കാം, ഇത് കണ്ണിന് നേരെ കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ പറയുന്ന ഗബ്രിയും ജിൻഡോയും കൂടെ മറിഞ്ഞൊക്കെ വീഴുന്നത് ഭയങ്കര സ്ലോ മോഷനിലൊക്കെ ഇട്ട് അതിനൊക്കെ എടുത്ത് മേക്കേഴ്സ് എഡിറ്റേഴ്സ് സൂപ്പർ ആട്ടാ, പ്രൊമോയൊക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഭാവികളുണ്ട്. പക്ഷേ ലൈവിൽ വരുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നേരെ ഉൾട്ടാ പുൾട്ടാ ആ അവസ്ഥയാണ്. കാരണം ഇതിനകത്ത് തെറ്റുകാരൻ ഗബ്രിയാണ്, ജിൻഡോ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. മറിഞ്ഞു വീണു, ടാസ്കിൻ്റെ ബേസിലായിട്ട് മറിഞ്ഞു വീണു, ഹോൾഡ് ചെയ്ത് വെച്ചു. പക്ഷേ അപ്പം തന്നെ വിത്തിൻ 1 സെക്കൻഡിൽ തന്നെ ഗബ്രി തിരിച്ചു മറിയുന്നുണ്ട്. എന്നിട്ടാണ് എന്നെ ആക്രമിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുന്നത്. അപ്പോൾ ഗബ്രിക്ക് സ്ഥിരമായിട്ടുള്ള ഇപ്പോൾ ഒരു വിക്ടിം കാർഡ് ഇറക്കൊക്കെ സ്വഭാവമുണ്ട്. ഞാനൊന്നും ചെയ്തില്ലേ, എനിക്കൊന്നും അറിയില്ലേ, ഞാൻ അവനൊന്നും പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഐഡിയ മാറ്റി വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഗബ്രിക്ക് എന്നെ കൊള്ളാമില്ല എന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് നഴ്സറി ബേബി എന്നുള്ള പേരും കൂടെ വന്ന് വീഴും, അതും കൂടെ കിട്ടാനുള്ളൂ. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടെങ്കിൽ. ഇനി അടുത്തെന്തെങ്കിലും ലൈവ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ലൈവ് കണ്ടാണെങ്കിൽ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.